നമ്മൾ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ ജീവിതം തന്നെ. ഇത്രയും നേരം ഈ ഒരു മിനിറ്റ് വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സൈനായിട്ട് തന്നെ എടുക്കണം. ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പോലെ ഇത് മൺഡേ തൊട്ടെന്നോ ജാനുവരി തൊട്ട് എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ആൻഡ് അത് തന്നെയായിരിക്കണം നമ്മുടെ USP, യുണീക്ക് സെല്ലിംഗ് പോയിന്റും അത് തന്നെയായിരിക്കണം. അവിടെ നിന്നാണ് നമ്മുടെ പേടിയും ഫിയറും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് തിങ്സ് ഹാപ്പൻ, ലൈഫ് ഹാപ്പൻസ്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. എനിക്കെപ്പോഴും ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര അപ്സെറ്റ് ആവും. വീട്ടിൽ നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന കുട്ടികൾ പിന്നീട് സ്കൂളിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അണ്ടർ കോൺഫിഡൻ്റ് ആയി പോകും. നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ഹായ്, ദിസ് ഇസ് ഉത്തര ഉണ്ണി. വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽസിനെ പറ്റിയിട്ടാണ്. Are we really born with confidence, or is it something that we have to build? Of course we are born with confidence. നമ്മൾ ചെറിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ചെറിയ ബേബീസ് ആകുമ്പോഴോ ടോഡ്ലേഴ്സ് ആകുമ്പോഴോ ഒരു 1.5-2 വയസ്സുള്ള കുട്ടികളെ ശരിക്കും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ദേ ആർ സോ കോൺഫിഡൻറ്റ്. അവർക്ക് എന്താ വേണ്ടത്, എന്താ വേണ്ടാത്തത്. ദേ ആർ സോ വോക്കൽ അബൌട്ട് എവ്രിതിങ് ദാറ്റ് ദേ വാണ്ട് ഇൻ ദെയർ ലൈഫ്. അപ്പോൾ അവരുടെ വീട്ടിലാണെങ്കിൽ പോലും അതെ, ഭയങ്കര ആക്റ്റീവായിരിക്കും. അവർക്ക് അടുപ്പമുള്ള അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അവരുടെ വീടിൻ്റെ ഉള്ളിലുള്ള ആ സറൗണ്ടിങ്സിൽ അവർ കുറച്ചും കൂടെ കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അവരൊരു നഴ്സറിയിലേക്ക് പോകുമ്പോഴോ ഓരോരു സ്കൂളിലേക്ക് പോകുമ്പോഴോ ആണ് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ചെറുതായിട്ടൊന്ന് ഒരു സംശയം വരുന്നത്. അതായത് പെട്ടെന്ന് അവരൊരു പുതിയ എൻവയോൺമെൻറ്റിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ പേടി തുടങ്ങും. അവിടെ നിന്നാണ് നമ്മുടെ പേടിയും ഫിയറും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ വീട്ടിൽ നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന കുട്ടികൾ പിന്നീട് സ്കൂളിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അണ്ടർ കോൺഫിഡൻ്റ് ആയി പോകുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോഴാണ് ഈ സൊസൈറ്റൽ പ്രഷർ നമുക്ക് ചുറ്റുമുള്ളത് വരുന്നത്. ആരെങ്കിലും നമ്മളെ കളിയാക്കിയാലോ, ഓർ ടീച്ചേഴ്സ് നമ്മളെ ചീത്ത പറഞ്ഞാലോ, ഓർ നമ്മളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ തോന്നലുകളൊക്കെ കുറച്ചും കൂടെ നമ്മൾ വലുതാവുമ്പോഴാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ഒബ്വിയസ്ലി മനുഷ്യന്മാർക്കാണെങ്കിലും കുറച്ചും കൂടെ വലിയൊരു പ്രായമെത്തുമ്പോഴാണ് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഒന്ന് താണു പോകുന്നത്. കുട്ടിക്കാലത്തൊന്നും ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്തൊരു കുട്ടിയായിരുന്നു. സ്റ്റേജിലൊക്കെ കയറാൻ എനിക്ക് നല്ല പേടിയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അറിഞ്ഞാൽ പോലും എണീറ്റ് നിന്ന് അത് പറയണമല്ലോ എന്നാലോചിച്ചിട്ട് ആ ഒരു സോഷ്യൽ ഓക്വേർഡ്നെസ് കാരണം പലപ്പോഴും ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. അത്രയ്ക്കും ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു, ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. പക്ഷെ വലുതായതിനു ശേഷം മൈ ലൈഫ് ബിക്കെയിം ഓൾ അബൌട്ട് ബീയിങ് പ്രസൻറ്റ് ഓൺ സ്റ്റേജ്. അതിപ്പോൾ ഡാൻസ് ആയാലും പാട്ടായാലും സിനിമയായാലും എല്ലാം കൊണ്ടും. നമ്മൾ പറയും വി ആർ ഓൾ ബോൺ ഡാൻസേഴ്സ് ഓർ എവറി ചൈൽഡ് ഇസ് എ ബോൺ ആർട്ടിസ്റ്റ്. പക്ഷേ ആ കുട്ടി ഒരു ആർട്ടിസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ കുട്ടിയുടെ ആ സ്കില്ലിനെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നു എന്നനുസരിച്ചിരിക്കും. സോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോൺഫിഡൻസ് ഇസ് എ സ്കിൽ that you need to develop yourselves. We are all born confident, പക്ഷേ കണ്ടിന്യൂസ്ലി നമ്മുടെ ലൈഫിൽ നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടും പോളിഷ് ചെയ്തുകൊണ്ടും ഇരിക്കേണ്ട ഒന്നാണ്. നമ്മൾ പറയും ഫിസിക്കൽ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ഓർ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, ഓർ 8 മണിക്കൂർ ഉറങ്ങണം, ഹെൽത്തി സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്താലല്ലേ കാര്യമുള്ളൂ. ഒരു ദിവസം ജിമ്മിൽ പോയി പിന്നെ കുറേ ദിവസം പോയില്ലെങ്കിലും അതിനൊരു എഫക്റ്റും ഉണ്ടാവില്ല. ഒരു 3-4 ദിവസം നമ്മൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിച്ചാലോ നമ്മുടെ ബോഡിയിൽ അപ്പം തന്നെ ആ നെഗറ്റീവ് ഇമ്പാക്ട്സ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ചധികം കാലം നമ്മളോട് തന്നെ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാവാൻ പോകുന്നത്. സോ ഞാൻ ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ നമ്മുടെ ലൈഫിൽ ഒരു പ്രത്യേക മൊമെൻറ്റിലാണ് നമുക്ക് ചില കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവുക, ഓർ നമ്മളൊന്ന് റിയലൈസ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിലാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ ഉണ്ടായ ഒരു ചെറിയ ഇൻസിഡൻ്റ് ആണ് ഈ അടുത്ത്. ജസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ബാക്ക് എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ട്, എൻ്റെ വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സാണ് കൃഷ്ണ. ഷീ ഹാഡ് കം ഹോം. അപ്പോൾ എൻ്റെ വീട്ടിൽ താമസിച്ചു. രാത്രി ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ വി ഹാഡ് എ വെരി ഡീപ്പ് കോൺവെർസേഷൻ. അപ്പോൾ എനിക്ക്
എനിക്ക് ഒരുപാട് വിഷമമുള്ളൊരു കാര്യം ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു. ദാറ്റ് എനിക്കെപ്പോഴും ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര അപ്സെറ്റ് ആവും. അതെന്തുകൊണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷീ ടോൾഡ് മീ എ വെരി വാലിഡ് പോയിൻറ്റ് ദാറ്റ് തിങ്സ് ഹാപ്പൻ, ലൈഫ് ഹാപ്പൻസ്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇസ് ഹൗ വി ഡീൽ വിത്ത് ഇറ്റ് ഇമോഷണലി. ആൻഡ് നമ്മളെപ്പോഴും എന്തുകൊണ്ട് എനിക്കങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ വിഷമിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. So if you're going to allow yourself to get hurt, you're going to continue to feel that way for a very longer period of time. അതുകൊണ്ട് നമ്മളോടുള്ള സെൽഫ് ടോക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ പോസിറ്റീവ് ആക്കുന്നോ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമ്മളുടെ ഒരു മെൻ്റൽ വെൽബീയിങ്ങിനും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. സോ എൻ്റെ ഫ്രണ്ട് അത് പറഞ്ഞപ്പോഴാണ് എനിക്കതൊരു ഭയങ്കര ഒരു ഐ ഓപ്പണിങ് മൂമെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല കാര്യങ്ങളുണ്ടായിട്ടും ഇത്രയും ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടും ഐ വാസ് സ്റ്റിൽ obsessed on one little thing, and she told me if you don't change it, no one else is going to change it for you. ആ ഒരു പോയിൻ്റാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ കോൺഫിഡൻസ് ഓർ നമ്മളുടെ സെൽഫ് എസ്റ്റീം നമ്മൾ തന്നെ ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിൽ ഒരു ടീച്ചറുടെ അടുത്തുനിന്നും ഒരു ഇൻസ്പിറേഷണൽ മൂവി കണ്ടാലും നമുക്ക് നമ്മളുടെ ലൈഫ് മാറ്റാൻ പറ്റില്ല. അൺലെസ് ആൻഡ് അൺടിൽ യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യുവർ സെൽഫ്, യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് നമ്മൾ തന്നെ അത് രാവിലെ എണീറ്റ് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയോ ജിമ്മിൽ പോകുന്ന പോലെയോ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമേ ഹേർഡിൽസ് വന്നുകൊണ്ടിരിക്കും, ഒബ്വിയസ്ലി വരും. നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ ഇന്ന് ചെയ്യും, ഞാൻ ഇന്ന് സ്ട്രോങ് ആയിട്ട് സംസാരിക്കും, ഞാൻ ഇന്ന് കുറച്ചും കൂടെ ബോൾഡായിട്ട് ഞാനൊരു പ്രസൻറ്റേഷൻ ചെയ്യും, ഓർ മേ ബി നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു സ്പീച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ ഇന്ന് കുറച്ചും കൂടെ ലൗഡറായിട്ട് പറയും, ഞാൻ ഇന്ന് കുറച്ചുകൂടി ബോൾഡായിട്ട് സംസാരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ ആ വേദിയിലെത്തുമ്പോൾ ആരെങ്കിലും നമ്മളെ കളിയാക്കും, ചിലപ്പോൾ നമ്മളെ പുച്ഛിച്ച് സംസാരിക്കും, ഓർ നമ്മളെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നമ്മളുടെ കോൺഫിഡൻസ് കളയാൻ നോക്കും. ഒബ്വിയസ്ലി അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഹൗ യു ഓവർകം ദാറ്റ് എന്നുള്ളത് നമ്മൾ എത്രത്തോളം രാവിലെ എണീറ്റിട്ട് നമ്മളുടെ മനസ്സിൽ തന്നെ അതിനെ പറഞ്ഞ് ബെറ്റർ ആക്കുന്നു എന്നുള്ളതിലിരിക്കും. ആൻഡ് നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും ഒരു ഓറ വരും. ആ ഓറ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പുറത്തുനിന്ന് പറഞ്ഞാലും ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് അസ്. അങ്ങനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് തന്നെ നമ്മൾ നമ്മളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. ആൻഡ് ഓൺലി യു ക്യാൻ ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് യുവർ ലൈഫ്. നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ബീയിങ്സ് ആണ്. ആൻഡ് ദർ ഇസ് നോ വൺ എൽസ് ലൈക്ക് യു ഓർ മീ. നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ആൻഡ് അത് തന്നെയായിരിക്കണം നമ്മുടെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റി, നമ്മുടെ USP, യുണീക്ക് സെല്ലിംഗ് പോയിന്റും അത് തന്നെയായിരിക്കണം. ശരിക്കും കൃഷ്ണ എന്നോടത് പറഞ്ഞു തന്നപ്പോഴത്തേക്കും ഐ ഹാഡ് എ മൊമെന്റ് ഓഫ് എപ്പിഫനി. നമുക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടും ചില കാര്യങ്ങൾ ചിലർ നമ്മളോട് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവുക. അതിനൊക്കെ തന്നെയാണല്ലോ നമുക്ക് ഫ്രണ്ട്സ് ഉള്ളതും. ചിലപ്പോഴൊക്കെ നമ്മളുടെ വിഷമങ്ങൾ ജസ്റ്റ് കേൾക്കാനും ഒന്നും പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കാനും, ചിലപ്പോഴൊക്കെ നമ്മളെന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയുമ്പം നമ്മളെ 4 ചീത്തയെങ്കിലും പറയാനായിട്ടായിരിക്കും നമുക്ക് ദൈവം ഫ്രണ്ട്സിനെ തന്നത്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് സച്ച് അമേസിങ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പോലെ ഇത് മൺഡേ തൊട്ടെന്നോ ജാനുവരി തൊട്ട് എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പം തൊട്ട്, ഈ ഒരു മൊമെൻറ്റ് തൊട്ട്, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ, if this video just popped up somewhere or you wanted to click on the link and come here and you happen to watch it all this while, ഇത്രയും നേരം ഈ ഒരു മൊമെൻറ്റ് വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു സൈനായിട്ട് തന്നെ എടുക്കണം. ആൻഡ് you can start practicing it right from this moment
start thinking positively, remove all the negative talk. So when you continuously practice journaling, when you count your blessings, when you practice gratitude, appreciate yourself a little more for every little detail that you do, I think it makes a huge difference in the way you talk to yourself or feel about yourself. നമ്മൾ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ ജീവിതം തന്നെ. സോ എന്തായാലും എല്ലാവരും ഇനി തൊട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ വിഷ് യു